പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 6ാം മെഡൽ. ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തിനാണ് വെങ്കല മെഡൽ നേട്ടമുണ്ടായത്. 57 കിലോ ഫ്രീ സ്റ്റൈലിൽ പ്യൂർട്ടോർക്കിയുടെ ഡാരിയൻ ക്രൂസിനെയാണ് തോൽപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ ചേർന്നുണ്ട്. ഹരികൃഷ്ണൻ, വളരെ ആവശ്യമായ ഒരു പോരാട്ടം തന്നെയാണ് ഇന്നും നടന്നത്. അതിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേട്ടമുണ്ടായിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, നമുക്കറിയാം ഇന്ന് ഇന്ത്യക്ക് വീണ്ടും ഒരു അഭിമാന നേട്ടമെന്ന് പറയാൻ സാധിക്കും. ഒളിമ്പിക്സിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ 57 കിലോഗ്രാമിൻ്റെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമാൻ സെഹ്റാവത്ത് മെഡൽ നേടിയിരിക്കുകയാണ്, വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ്. ഇന്ന് നടന്ന പോരാട്ടത്തിൽ 13-5 എന്ന വലിയൊരു സ്കോറിനായിരുന്നു അമാൻ സെഹ്റാവത്ത് ജയിച്ചിരുന്നത്. ഒരു കടുത്ത പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ആദ്യ പകുതി പിരിയുമ്പോൾ 6-3 എന്ന നിലയിലായിരുന്നു. അങ്ങനെ ഇരുവരും ആക്രമിച്ച് കളിക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമാൻ സെഹ്റാവത്ത് 13-5 എന്ന ഒരു വലിയ സ്കോറിൻ്റെ വിജയത്തിൽ ഇന്ന് വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഗുസ്തിയിലെ ആദ്യ മെഡലാണ് ഒളിമ്പിക്സിലെ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇന്ത്യക്ക് ഒരു ഗുസ്തിയിൽ ഒരു മെഡൽ, അത് ഇപ്പോൾ വെങ്കലമായാലും വെള്ളിയായാലും സ്വർണ്ണമായാലും അത് നിർണായകം തന്നെയായിരുന്നു. അങ്ങനെ അത് 57 ഗ്രാമിൻ്റെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമാൻ റാവത്ത് ആ മെഡൽ നേടി ഇന്ത്യക്ക് ഒരു അഭിമാന നേട്ടം തന്നെ കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ മെഡലോടെ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ 6 മെഡൽ എന്ന നേട്ടവും കൂടെ നേടാനായിട്ടുണ്ട്. സെമി ഫൈനലിൽ അമാൻ റാവത്ത് ലോക 1-ാം നമ്പർ താരമായ ജപ്പാൻ താരം ഹിഗൂച്ചിയോടാണ് അമാൻ റാവത്ത് പരാജയപ്പെട്ടത്. അങ്ങനെ അമാൻ റാവത്ത് വെങ്കല മെഡലിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു വമ്പിച്ച വിജയം തന്നെ അമാൻ റാവത്ത് സ്വന്തമാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ക്വാർട്ടറിൽ അർമേനിയൻ താരം അബർകോവിനെയാണ് അമാൻ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിൽ 11-0 എന്ന ലീഡാണ് അമാൻ നേടിയിരുന്നത്. അമാൻ ഇതിൽ വൻ ലീഡ് നേടിയാണ് സെമി ഉറപ്പിച്ചിരുന്നത്. ആദ്യം നടന്ന പ്രീ ക്വാർട്ടർ പ്രോഗ്രാമിൽ വ്ളാഡിമർ എഗോവറിനെ 10-0 എന്നതിൻ്റെ ഉജ്ജ്വല വിജയവും അമാൻ റാവത്ത് നേടി. അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന മത്സരത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് നടന്ന ഒരു വമ്പൻ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം വൻ വിജയം തന്നെ ഇന്ന് സ്വന്തമാക്കിയെന്ന് നമുക്ക് പറയാം. 13-5 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്കോറൊന്നുമല്ല. 13-5 ഒരു വലിയ വിജയം തന്നെയാണ് അമാൻ റാവത്ത് നേടിയിരിക്കുന്നത്. 57 ഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരത്തിലാണ് അമാൻ റാവത്ത് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയിരിക്കുന്നത്. വിഷ്ണു, ഹരി, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് വീണ്ടും ഒരു അഭിമാന നേട്ടം സമ്മാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു മെഡൽ നേട്ടം എന്ന് പറയുന്നത് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ മറ്റ് മത്സരങ്ങളിൽ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് കൂടി പ്രചോദനമാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, നമുക്കറിയാം ഗുസ്തിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വളരെ രീതിയിലുള്ളൊരു പരാജയം, ഒരു ക്ഷീണം തന്നെ ഏറ്റിരുന്നു ഇന്ത്യക്ക്. കാര്യം നമുക്കറിയാം ഒരു 100 ഗ്രാമിൻ്റെ പേരിൽ ഒരു താരത്തിന് ഒരു മെഡൽ നഷ്ടമാവുന്നു. നമ്മൾ ഏകദേശം ഒരു ഗോൾഡ് പ്രതീക്ഷിച്ചിരുന്ന ഒരു മെഡലാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കയ്യെത്തും ദൂരത്തു നിന്ന് നഷ്ടപ്പെട്ടത്. വിനേഷ് ഫോഗട്ടിന് ആ ഒരു നമുക്ക് തീർത്താ ദുഃഖം തന്നെയാണ് ഇന്ത്യയിലെ സ്പോർട്സ് ആരാധകർക്ക് വിനേഷ് ഫോഗട്ടിലൂടെ നമുക്കുണ്ടായിരുന്നത്. ആ ഒരു ഇത് നമുക്ക് ഇന്നത്തോടെ വെങ്കല മെഡലിലൂടെ ഗുസ്തിയിൽ നമുക്കൊരു വെങ്കല മെഡൽ നേടാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ഇന്ത്യ നിലവിൽ 6 മെഡലുമായി ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ മുന്നിൽ 6ാമത്തെ മെഡലാണ് ഇന്ത്യക്ക് ഇന്ന് നേടിയത്. ഗുസ്തിയിൽ തന്നെ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പിക്കാൻ സാധിച്ചു. ഇനി അമാൻ സെഹ്റാവത്തിൻ്റെ പ്രകടനം ഇതിൽ വൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ മെഡലിലേക്ക് നേടാൻ സാധിച്ചില്ല. എങ്കിലും വെങ്കലത്തോടുകൂടി ഗുസ്തിയിൽ ഒരു മെഡൽ ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ ഗുസ്തിയിൽ തന്നെ നിരവധി മെഡലുകൾ അമാൻ റാവത്ത് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. യെസ് ഹരി, ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ കൂടി ഭാരതത്തിന് ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഗുസ്തി മത്സരങ്ങൾ കൂടി വളരെയധികം നിർണായകമായി ജനങ്ങൾ വീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്ന ആ ഒരു ദൃശ്യങ്ങളും അതുതന്നെയാണ്. ഭാരതത്തിൻ്റെ ഈ ഒരു വെങ്കല മെഡൽ നേട്ടത്തെ വളരെയധികം അഭിമാന പുരസ്കാരം ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇനിയും എത്രത്തോളം ആവശ്യമാണ് ഭാരത കായിക താരങ്ങൾ ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്, ഇനിയും എത്രത്തോളം മെഡൽ നേട്ടമാണ് ഭാരതത്തിന് സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ള അടക്കമുള്ള ഒരു ആകാംക്ഷ ഇപ്പോൾ തന്നെ കായിക താരങ്ങൾക്കുണ്ട്, കായിക പ്രേമികൾക്കുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള മത്സരങ്ങളുടെ ഒരു വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം നിർണായകമാണ് ഭാരതത്തിന് ഇനിയുള്ള മത്സരങ്ങൾ? തീർച്ചയായും വിഷ്ണു, നമ്മൾ ചില ഐറ്റങ്ങളിൽ നമുക്ക് പ്രധാനമായിരുന്നു നമ്മൾ മെഡൽ നേട്ടമിട്ടിരുന്നു. അതിലൊന്നായിരുന്നു ഹോക്കി. പക്ഷേ ഹോക്കി സഖ്യം നമ്മൾ വെങ്കല മെഡലോടുകൂടി ഹോക്കി മത്സരവും വിജയിച്ചു. ഇന്നലെ നമുക്കറിയാം ഇന്ത്യൻ ടീമിന് വെങ്കല മെഡലാണ് ഹോക്കിയിൽ നേടാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു ഐറ്റമായിരുന്നു ഗുസ്തിയിലും നമുക്കറിയാം
വിനേഷ് ഫോഗട്ടിന് നമ്മളൊരു ഗോൾഡ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ താരത്തിൻ്റെ ഭാരത്തിൻ്റെ അയോഗ്യതയിൽ അതും നഷ്ടമായി. എങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മെഡൽ തന്നെയാണ് അമാൻ സെഹ്റാവത്തിൻ്റെ വെങ്കല മെഡൽ. അതധികം വളരെ നല്ല രീതിയിൽ തന്നെ നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 57 ഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരത്തിലാണ് അമാൻ സെഹ്റാവത്ത് മെഡൽ നേടിയിരിക്കുന്നത്. ഏകദേശം നമുക്കറിയാം ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്നത്തെ മത്സരത്തിൻ്റെ സ്കോർ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം 13-5 ഒരു ഉജ്ജ്വല വിജയം തന്നെയാണ് അദ്ദേഹം നേടിയെന്ന് നമുക്ക് സാധിക്കും. ഇന്നത്തെ 13-5 എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു വിജയം തന്നെയാണ്. അതിൻ്റെ ആദ്യ പകുതിയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 6-3 എന്ന രീതിയിലായിരുന്നു മത്സരം ആദ്യ പകുതി പിരിഞ്ഞത്. അതിനുശേഷം ഇരു കൂട്ടരും ആക്രമിച്ച് കളിക്കുന്ന ഒരു സാധ്യതയാണ്. ഏകദേശം ഒരു 2 പോയിന്റ് ലീഡൊക്കെ എതിർ സ്ഥാനത്ത് ക്രൂസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു 2 പോയിന്റ് ലീഡൊക്കെ വന്നിരുന്നു. പക്ഷേ എങ്കിലും പിന്നീട് അങ്ങോട്ട് അമാൻ സെഹ്റാവത്ത് വളരെ രീതിയിലുള്ള മികച്ച ഒരു പോരാട്ടം തന്നെ നടത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഏകദേശം 13-5 എന്ന വലിയൊരു സ്കോറിലേക്ക് എത്തിയത്. നമുക്ക് ഗുസ്തിയിൽ തീർച്ചയായും നമ്മളൊരു വൻ പോരാട്ടം തന്നെ, ഒരു വൻ മെഡൽ തന്നെ അറിയിച്ചിരുന്നു. ആ മെഡലാണ് നമുക്ക് നേടാൻ കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. യെസ്, വ്യക്തമാണ്. പാരീസ് ഒളിമ്പിക്സിൽ വീണ്ടും ഒരു വെങ്കല മെഡൽ നേട്ടത്തിൽ ഭാരതം എത്തി നിൽക്കുകയാണ്. ഹരീഷിനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.